പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസം ആഗതമായതു മുതൽ ഇസ്ലാമിക ലോകം പ്രവാചക പ്രകീർത്തനത്തിൻ്റെ ഒരു മാസ്മര ലഹരിയിൽ ഇന്ന് മുഴുകി നിൽപ്പാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഉണ്ടായിരിക്കേണ്ടുന്ന സ്നേഹം ഏതു വിധമാകണമെന്നത് വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലവുമാണിത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം യഥാർത്ഥത്തിൽ വൈചാരിക തലത്തിലുള്ളതാണോ വൈകാരിക തലത്തിലുള്ളതാണോ എന്നൊക്കെയുള്ള വിചിന്തനങ്ങൾ ലോകത്ത് ധാരാളമായി നടന്നിട്ടുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്തായിരുന്നു, ആരായിരുന്നു എന്നതിൻ്റെ അർത്ഥത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള സ്നേഹം എങ്ങനെ ഉണ്ടാകണം എന്ന് നാം വിലയിരുത്തേണ്ടത്. പ്രവാചകൻ നമുക്ക് മുമ്പിലേക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം കൈമാറുക മാത്രം ചെയ്ത് കടന്നുപോയ ഒരു ദൂതൻ മാത്രമായിരുന്നുവോ? ഒരു റസൂൽ അല്ലെങ്കിൽ ഒരു സന്ദേശവാഹകൻ മാത്രമായിരുന്നുവോ? അതോ പ്രവാചകൻ അതിനും അപ്പുറമായിരുന്നുവോ? വെറും നമുക്ക് ബോസിൽ നിന്ന്, മേലാളനിൽ നിന്ന് മെസ്സേജ് കൈമാറി കടന്നുപോയ ഒരു വ്യക്തി മാത്രമാണെങ്കിൽ ആ വ്യക്തിയോടുള്ള നമ്മുടെ സ്നേഹം ചട്ടപ്പടി സ്നേഹമായിരുന്നാൽ മതി. അതിനെ വൈചാരിക സ്നേഹമെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിയമപരിധികളിൽ ഒതുങ്ങുന്ന സ്നേഹമെന്നൊക്കെ പറയാം. പക്ഷേ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവ്യക്തിത്വത്തെ ആ ഒരു തരത്തിലല്ല അള്ളാഹുവിൻ്റെ ഖുർആനോ അവിടുന്ന് തന്നെയോ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഒരു റസൂൽ, ഒരു ദൂതൻ എന്ന അർത്ഥത്തിൽ നമുക്ക് മെസ്സേജ് കൈമാറിയിട്ട് കടന്നുപോയ ഒരു മെയിൽ മാൻ എന്ന അർത്ഥത്തിലല്ല അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. മറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെന്നില്ലാത്ത സ്നേഹവാത്സല്യങ്ങളാൽ നമ്മെ പൊതിഞ്ഞ, ഒരു പിതാവിനോ ഒരു മാതാവിനോ പോലും സമ്മാനിക്കാനാവാത്ത ഒരുപാട് സ്നേഹങ്ങൾ, ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് കോരിച്ചൊരിഞ്ഞു തന്ന ഒരു മഹാവ്യക്തിത്വമായിട്ടാണ് ഖുർആനും ഹദീസും പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സ്നേഹം എങ്ങനെയാകണം? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഖുൽ ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അഖവാതുക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله. അല്ലേ, നിങ്ങളുടെ വാപ്പയോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സഹോദരന്മാരോ നിങ്ങളുടെ ഭാര്യമാരോ നിങ്ങളുടെ ബന്ധുക്കളോ ആരുമാകട്ടെ, അവരാരെങ്കിലും അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കെങ്ങാനും പ്രിയങ്കരമായി പോയാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കനത്ത ശിക്ഷയ്ക്ക് കാത്തിരുന്നു കൊള്ളുക എന്നാണ് നമ്മോട് പറയുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ നിയമം നമ്മളെ അനുസരിപ്പായിരുന്നു പ്രവാചകനെങ്കിൽ ഈ തരത്തിലൊന്നും ഈ നബിയെക്കുറിച്ച് വിശേഷിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മറിച്ച് മാതാപിതാക്കളോടുള്ള സ്നേഹം പോലും എന്നല്ല, ഒരു മനുഷ്യൻ്റെ സ്നേഹം കവർന്നെടുക്കുന്ന മനുഷ്യവംശത്തിലെ എല്ലാ ബന്ധങ്ങളെയും ഇവിടെ ചേർത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇവരോടുള്ള സ്നേഹം നബിയോടുള്ള സ്നേഹത്തെക്കാൾ എങ്ങാനും നിങ്ങൾക്കധികമായി പോയാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നടപടിക്ക് കാത്തിരുന്നു കൊള്ളുക എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരാത്മബന്ധം ഈ നബിക്ക് നമ്മോടുണ്ട് എന്ന് അള്ളാഹു തന്നെ വ്യക്തമാക്കിയതാണ്. എങ്കിൽ നമ്മുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം നമ്മൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കുക? സ്നേഹിക്കുന്നതിൻ്റെ വഴി എവിടെയാണ് എന്ന്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന വിധത്തിൽ നമ്മൾ ഖുർആനും ഹദീസും തപ്പാൻ വേണ്ടി പോവുകയല്ല.
മനുഷ്യൻ്റെ വൈകാരികമായ സ്നേഹത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും നമ്മളത് പ്രകടിപ്പിക്കും. അത് സ്വാഭാവികമാണല്ലോ. ഒരു വാപ്പയേക്കാൾ നിങ്ങളെന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ലെന്ന് പറഞ്ഞ ഒരു നബി കൂടിയാണിത്. ഒരിക്കലും ഒരു തന്നെപ്പൊക്കിയല്ലാത്ത, തൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടി സ്നേഹം പിടിച്ചു പറിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയായിട്ട് കൂടി നിങ്ങളുടെ വിശ്വാസം അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി, വാപ്പയേക്കാൾ വലദിഹി, മകനേക്കാൾ വന്നാസി അജ്മഈൻ, മുഴുവൻ ജനങ്ങളെക്കാളും ഞാൻ അവന് പ്രിയങ്കരനാകണം. അപ്പോൾ വാപ്പയെപ്പോലെ ആയാലും പോരാ. വാപ്പയെപ്പോലെ ആകുന്ന പ്രകടനം പോലും വൈകാരികമാണ്, ചട്ടപ്പടിയല്ല ആ സ്നേഹപ്രകടനങ്ങൾ. വാപ്പയോട് ഉമ്മയോട് നമ്മൾ പലപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നിർദ്ദേശം നോക്കിയിട്ട്, പ്രമാണങ്ങൾ നോക്കിയിട്ട്, രേഖ നോക്കിയിട്ടല്ല, വൈകാരികമായ ഒരു തലമുണ്ട് മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്. അതുപോലെ തന്നെ മക്കളോടുള്ളതിന് ഒരു വൈകാരിക തലമുണ്ട്. പലപ്പോഴും രേഖകളെ ഒരുപക്ഷെ നാം അറിയാതെ ലംഘിക്കപ്പെട്ടു പോകാൻ പോലും കാരണമായേക്കും. അള്ളാഹുവല്ലേ ഇത് പറയുന്നത്, അള്ളാഹുവിൻ്റെ ഹബീബല്ല പറയുന്നത്. മാതാപിതാക്കളോടുള്ളത് അത്രയും പോരാ, അതിലും മുന്തി നിൽക്കുന്ന ഒരു സ്നേഹമാണ്. സഹോദരങ്ങളെ, ഈ സ്നേഹം അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്കെന്നുണ്ടാകുന്നില്ലയോ അന്ന് വരെ നാം അള്ളാഹുവിൻ്റെ റസൂലിനെ അറിഞ്ഞിട്ടേ ഇല്ല. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിച്ചുവല്ലോ. ആരാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ജീവനേക്കാൾ എനിക്കങ്ങ് പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴാണ് ഉമറെ നീ യഥാർത്ഥ വിശ്വാസിയായത് എന്ന് പറഞ്ഞത്. ഒരു മനുഷ്യന് ജീവനേക്കാൾ പ്രിയങ്കരനാകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പേരാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നാം അറിയണം. മാതാപിതാക്കൾക്ക് ഈ നബി നമുക്ക് നൽകിയതുപോലൊരു സ്നേഹമോ സമ്മാനമോ സാന്ത്വനമോ ഉപകാരമോ നൽകാനാവില്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് എത്ര വട്ടമാണ് റസൂലുള്ള പറഞ്ഞത്, ഇന്നമാ അനലക്കും മിസ്ലൽ വാലിദ്, ഞാൻ നിങ്ങൾക്ക് പിതാവിനെ പോലെയാണ്. ഇത് വെറുതെ പറയുക മാത്രമല്ലല്ലോ, എന്തെല്ലാമാണ് ആ പിതാവ് പഠിപ്പിച്ചതെന്നത്. ഏറ്റവും നല്ല മര്യാദാ പാഠങ്ങൾ, പെരുമാറ്റ മര്യാദകൾ, വ്യക്തിത്വ പാഠങ്ങളൊക്കെ ഈ റസൂൽ നമ്മെ പഠിപ്പിച്ചു തന്നില്ലേ? വാപ്പയും ഉമ്മയും ഇത്രയും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ട് പറയും. നമ്മുടെ വാപ്പയും ഉമ്മയും അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച സാംസ്കാരിക പെരുമാറ്റ മര്യാദകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു വ്യക്തിത്വം ചേതോഹരമായി തീരാൻ ആവശ്യമായ മനോഹരമായ പാഠങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച പോലെ നമ്മുടെ വാപ്പയോ ഉമ്മയോ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ചിന്താപരവും ആചാരപരവുമായ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാകാനുള്ള വഴി വാപ്പയും ഉമ്മയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നബി പഠിപ്പിച്ചതുപോലെ, അതുപോലെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ അടിപതറാതിരിക്കാനും പുരോഗതി പ്രാപിക്കാനും ആവശ്യമായ പാഠങ്ങൾ ഈ നബി പഠിപ്പിച്ചതുപോലെ വാപ്പയും ഉമ്മയും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ആത്യന്തിക വിമോചനത്തിൻ്റെ പരലോകരക്ഷയുടെ രഹസ്യങ്ങൾ നമുക്ക് ഈ നബി അല്ലാതെ മറ്റാരാണ് പഠിപ്പിച്ചത്? അതിനാൽ തന്നെ ഈ നബിയോടുള്ള നമ്മുടെ സ്നേഹം വിചാരതലങ്ങൾക്കപ്പുറം വൈകാരികതയുടെ തലങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ചിലപ്പോഴൊക്കെ സ്നേഹപ്രകടനം നിയാമകമായ വൃത്തപരിധിക്ക് അപ്പുറത്തേക്ക് കടന്നു പോകുന്നുവോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുള്ളത്. അത് ഈ പ്രവാചകന്റെ കാര്യത്തിൽ ലോകചരിത്രത്തിൽ എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ഈ നബി നമ്മെ പഠിപ്പിച്ചത്? ഓർക്കുമ്പോൾ നമുക്കറിയാം, ഈ നബിക്ക് അസീസുൻ അലൈഹി ലഖദ് ജാഅക്കും റസൂൽ, നിങ്ങൾക്കിതാ വന്നുപോയി ഒരു നബി, അസീസുൻ അലൈഹി മാനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് കാണുന്നതേ അദ്ദേഹത്തിന് താങ്ങാനാവാത്തതാണ്. ഒരു പ്രയാസം നിങ്ങളുടേത് കണ്ടു നിൽക്കാൻ കെൽപ്പില്ലാത്ത ആർദ്രഹൃദയത്തിൻ്റെ ഉടമയാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ ഉത്കർഷത്തിൽ ഏറ്റവും കൂടുതൽ ഇച്ഛയുള്ള ഉത്കർഷേച്ഛുവാണ്.
ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് അങ്ങേയറ്റം ഉദാരമായ ആർദ്രതയുള്ള കരുണാവത്സലനാണ്. എന്തോ ഒരു കാരുണ്യമാണ് അവിടുന്ന് ആ തിരുഹൃദയത്തിൽ നിന്ന് വഴിഞ്ഞൊഴുകിയത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പിതാവ് മക്കളോട് പറയുന്നത് പോലെയല്ലേ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്? രാത്രി ഉറങ്ങാൻ നേരത്ത് വിളക്കണയ്ക്കണേ മക്കളെ, വിളക്കണച്ചോ തീ അണച്ചോ എന്ന് ചോദിക്കുന്ന ഒരു വാപ്പയെ, ഒരു ഉമ്മയെ, ഒരു പക്ഷേ വാപ്പയിൽ നമുക്കിത് കാണാൻ കഴിയില്ല, ഒരു ഉമ്മയെ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അത്തിഫുൽ മസാബിഹ് ഇദാ റഖത്തും, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ വിളക്കണച്ചേക്കണേ, തീ അണച്ചേക്കണേ. മക്കളെ, ആ തീ അണച്ചോ, വിളക്കണച്ചോ എന്ന് ചോദിക്കുന്നു ഈ നബി. നമ്മുടെ വാപ്പ ചോദിക്കില്ല, ഉമ്മ ഒരു വേള ചോദിച്ചേക്കാം. ഒരു വാപ്പയുടെ സ്ഥാനത്താണോ ഈ നബി? വഗല്ലിഖുൽ അബ്വാബ്, വാതിലടച്ചോ മോളെ എന്ന് ചോദിക്കും പോലെ നിങ്ങൾ വാതിലടച്ചേക്കണമേ എന്ന് ഈ നബി പറയുകയാണ്. വഔകുൽ അസ്തിയ, വെള്ളപ്പാത്രം മൂടി വെച്ചോ മോളെ എന്ന് ചോദിക്കുന്ന ഒരു പിതാവിനെ നാം കാണുകയാണ്. നിങ്ങൾ വെള്ളപ്പാത്രം മൂടി വെച്ചേക്കണേ. വഖമ്മിറു തആമ വശറാബ്, ഭക്ഷണപാനീയങ്ങൾ മൂടി വെക്കണേ. ഭക്ഷണപാനീയങ്ങൾ തുറന്നിട്ടേക്കരുത്, മൂടി വെക്കണേ. ഭക്ഷണപാത്രമൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് വാത്സല്യമുള്ള ഉപ്പ ചോദിക്കുന്ന, അല്ല ഉമ്മ ചോദിക്കുന്ന ചോദ്യം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നോക്കൂ, ഇദാ ആവാ അഹദുക്കും ഇലാ ഫിറാശിഹി ഫൽയൻഫുദ് ഫിറാശഹു ബിദാഖിലത്തി ഇസാരിഹി. മക്കളെ, നിങ്ങൾ ഉറങ്ങാൻ നേരത്ത് വിരിപ്പൊന്ന് തട്ടിക്കുടഞ്ഞിട്ട് കിടക്കണം കേട്ടോ. നമ്മുടെ വാപ്പ പറയുന്നത്, നമ്മുടെ ഉമ്മ പറയുന്നത്, നമ്മുടെ ഈ ഹബീബ് നമ്മോട് പറഞ്ഞു തരികയാണ്. കാരണം എന്താ? ഫഇന്നഹു ലാ യഅലമു മാ ഖലഫഹു ബഅദഹു അലാ ഫിറാശിഹി. കാരണം നിങ്ങൾക്ക് ശേഷം വിരിപ്പിൽ വല്ലതും വന്ന് കയറിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. ഒന്നൊന്ന് കുടഞ്ഞിട്ട് കിടക്കണേ. എത്ര ജാഗ്രതയോടുകൂടിയുള്ള മാർഗദർശനങ്ങൾ ജീവിതത്തിൽ ഉടനീളം തന്ന് കൂട്ടത്തിൽ നിൽക്കുന്ന ഈ നബിയെ കാണുമ്പോഴാണ് നമ്മുടെ സ്നേഹം വൈചാരികത മറന്ന് വൈകാരികതയുടെ തലങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ പിതാവ് ഇങ്ങനെയെല്ലാം, അല്ലെങ്കിൽ ഉമ്മ ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഉറങ്ങാൻ പോകുന്ന മക്കളെ ഈ നിലയിൽ ശാസിച്ചിരുന്ന ഒരു പിതാവ് മരണപ്പെട്ട പിറ്റേന്ന് നമ്മൾ വീട്ടിൽ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ നിലമറന്ന് നിലവിളിച്ചു പോവില്ലേ? കാരണം എന്താ? ഇന്നലെ എൻ്റെ വാപ്പിച്ചി, എൻ്റെ ഉമ്മച്ചി എന്നോട് ബെഡ് തട്ടിക്കുടഞ്ഞോ, വിരിപ്പ് തട്ടിക്കുടഞ്ഞോ എന്ന് ചോദിച്ച ഉപ്പ ഇന്നില്ലല്ലോ എന്ന ഓർമ്മ നമ്മളെ എല്ലാ വൈചാരികതയുടെ തലങ്ങളുടെ അപ്പുറത്തേക്കും കൂട്ടിക്കൊണ്ടുപോകും. ഈ പ്രവാചകനെ ഇമ്മട്ടിൽ അറിഞ്ഞതിൻ്റെ പേരിലാണ് മഹാന്മാരായ സഹാബാക്കൾ നിയമവൃത്തത്തിൽ ഒന്നും ഒതുങ്ങാത്ത സ്നേഹം പ്രകടിപ്പിച്ചത് നാം കാണുന്നത്. ഉദാഹരണമായി ഉമ്മു സുലൈം തൻ്റെ വീട്ടിൽ ഉറങ്ങുന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് കുപ്പിയിൽ ശേഖരിക്കുകയാണ്. വിയർപ്പ് കുപ്പിയിൽ ശേഖരിക്കുകയാണ്. ഇതെന്ത് സ്നേഹമാണ്? റസൂൽ കൽപ്പിച്ചിട്ടല്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു നോക്കുമ്പോൾ ഈ ദൃശ്യം കാണുന്നു. നീ എന്താണ് ചെയ്യുന്നത് ഉമ്മു സുലൈം, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി, നബിയെ, ഇത് സുഗന്ധത്തിന് വേണ്ടി ഞാൻ ശേഖരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. സുഗന്ധത്തിൽ ചേർത്താൽ ഇത് കൂടുതൽ ഉത്തമമായ സുഗന്ധമായിരിക്കും എന്ന് പറയുന്ന ഉമ്മു സുലൈമിനെ കാണുകയാണ്. അല്ലെങ്കിൽ ഇത് ബറക്കത്തിന് വേണ്ടിയാണ് എൻ്റെ മക്കൾക്ക് എന്ന് പറയുന്ന ഉമ്മു സുലൈമിനെ നമ്മൾ കാണുകയാണ്. ഇവിടെ കൽപ്പിച്ചിട്ടല്ലിത്. ഇത് ഈ നബിയെ തൊട്ടറിയുമ്പോഴുണ്ടാകുന്ന വൈകാരികതയുടെ തലങ്ങളിലേക്ക് സ്നേഹം കടന്നു പോവുകയാണ്. മാതാപിതാക്കളെക്കാൾ അധികം സ്നേഹിക്കുന്ന ഈ റസൂലിൻ്റെ തിരുശരീരത്തിൽ നിന്ന് മുടി വെട്ടി നീക്കുമ്പോൾ അതിങ്ങനെ ഏറ്റുവാങ്ങി അത് തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ അസ്ഹാബ് കാത്തുനിന്നിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയത് ഈ നബിയോടുള്ള സ്നേഹത്തിൻ്റെ വൈചാരികതയുടെ തലത്തിനപ്പുറത്തുള്ള വൈകാരികതയുടെ തലങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്നേഹത്തെ നമ്മൾ നിർവചിച്ചൊതുക്കാൻ എളുപ്പമൊന്നുമല്ല.
പക്ഷേ അത് ഇസ്ലാമിക സീമകൾ ലംഘിക്കപ്പെടരുത് എന്നുള്ളതാണ് നമ്മളോട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വൈകാരികതയുടെ സ്നേഹത്തിനും വൈചാരികതയുടെ സ്നേഹത്തിനുമുള്ള ന്യായങ്ങൾ, കാരണങ്ങൾ എന്തൊക്കെ എന്ന് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് വിനീതൻ കടക്കുന്നില്ല. പ്രവാചകനെ ഒരു ദൂതൻ, അള്ളാഹുവിൻ്റെ സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പന നടത്താൻ വേണ്ടി മാത്രം വന്ന ഒരു പോസ്റ്റ്മാൻ എന്ന് കാണുന്നവർക്ക് ഈ പ്രവാചകനോടുള്ള സ്നേഹം കേവല വൈചാരികതയുടെയും നിയാമകത്വത്തിൻ്റെയും വൃത്തത്ത് പരിധിയിൽ മാത്രം ഒതുങ്ങുന്നതാണ്. പക്ഷെ അതിനപ്പുറം ഈ പ്രവാചകനെ ഒരു പിതാവിനേക്കാൾ അപ്പുറം സ്നേഹിക്കാൻ പഠിപ്പിച്ച, മാതാപിതാക്കളെക്കാൾ അപ്പുറം സ്നേഹിക്കാൻ പഠിപ്പിച്ച, അത് വൈകാരികതയുടെ തലങ്ങളാണല്ലോ. മാതാപിതാക്കളോടുള്ള സ്നേഹം പോലും എന്നറിയുമ്പോഴാണ് അതിനപ്പുറവും സ്നേഹിക്കണമെന്ന് പറഞ്ഞതിന് ചില തലങ്ങൾ അപ്പുറത്തുമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് ഇത്തരം തിരിച്ചറിവുകളിൽ കൂടിയാകണം പ്രവാചക സ്നേഹത്തെ വിലയിരുത്തേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂലിനെ വൈചാരികതയുടെ തലത്തിൽ, ഇത്താഅത്തിൻ്റെയും ഇത്തിബാഇൻ്റെയും തലത്തിൽ, അനുസരണത്തിൻ്റെയും പിൻപറ്റലിൻ്റെയും തലത്തിൽ തീർച്ചയായും നാം സ്നേഹിച്ചേ പറ്റൂ. അള്ളാഹുവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ അതല്ലാതൊരു വഴിയില്ല. പക്ഷേ ഇത്താഅത്തും ഇത്തിബാഉം മാത്രവും പോരാ, അതിനപ്പുറത്തൊരു വൈകാരികമായ സ്നേഹത്തിൻ്റെ പ്രതലം ഹബീബിനോടുണ്ടെന്ന യാഥാർത്ഥ്യവും നാം മറന്നുകൂടാ. അത് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതും ആണ്. അതിൻ്റെ അഭാവം അല്ലെങ്കിൽ അതിൻ്റെ കുറവ് നമ്മുടെ പുതുതലമുറയിൽ പ്രകടമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ സമഗ്രമായി പൂർണ്ണാർത്ഥത്തിൽ സ്നേഹിച്ച് നെഞ്ചോട് ചേർക്കാൻ, ആ ഹബീബിൻ്റെ ഷഫാഅത്തിന് അർഹരാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.